അങ്ങനെ വീണ്ടും ഇതാ കാലത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ കുറേ കാലങ്ങൾക്ക് ശേഷം അഭിലാഷം നമ്മുടെ ഒരു യൂട്യൂബ് വീഡിയോ ഫുൾ ഡീറ്റെയിൽ അടങ്ങിയിട്ട് വീഡിയോ നമ്മൾ മുമ്പൊക്കെ എപ്പോഴും ചെയ്തിരുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് വാഹനങ്ങൾ പരിചയപ്പെടുത്താണ്. നമ്മുടെ കാലത്തിന്റെ ഏത് ഷോറൂമിലാണ്? പനങ്ങാങ്ങര പവാസിന്റെ ഷോറൂം കുറച്ച് വാഹനങ്ങളുണ്ട്. അപ്പോൾ അതിലൊരു 3-4 വാഹനങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കല്ലേ. അപ്പോൾ ഒന്നാമത്തെ വാഹനം നമ്മൾ കാണിച്ചു കൊടുക്കാൻ പോകുന്ന ഫസ്റ്റ് വാഹനം തന്നെ ഒരു അടിപൊളി ടാറ്റ നെക്സോൺ റെഡ് കളറിൽ നിൽക്കുന്ന വാഹനം. KL02 കൊല്ലം രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഒരു അടിപൊളി അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഏത് വേരിയന്റ് എടുക്കുന്ന XMA ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ നിൽക്കുന്ന വാഹനമാണ് കേട്ടോ. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ AMT ഗിയർ ബോക്സ് അതിനകത്ത് വരുന്നത്. ഒരു ലാഗിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വാഹനമാണ്. XMA എന്ന വേരിയന്റ് ആണ്, മിഡിൽ ഓപ്ഷൻ വേരിയന്റ് ആണ്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഒരു അടിപൊളി സീറ്റ് കവറാണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. കാരണം അഡീഷണൽ ചെയ്താണ് ഇപ്പോഴും കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റിയിൽ വൃത്തിയിലേക്കുന്ന ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. 45,000 സിംഗിൾ ഓണർഷിപ്പിൽ ഓടിയിട്ടില്ല. മറ്റൊരു ഹൈലൈറ്റ് എന്താ മുമ്പ് കാണിച്ചിരുന്നാണ്, ഇപ്പൊ നമുക്കത് കാണിക്കണം, തീർച്ചയായിട്ടും കാണിക്കണം. തീർച്ചയായിട്ടും എല്ലാം മനസ്സിലായിരുന്നത് കറക്റ്റ്. ബാക്ക് റൂം നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിലും അത്യാവശ്യം ആവറേജ് കണ്ടീഷനിൽ ടയർ കണ്ടീഷനിൽ നിൽക്കുന്നു. ഇനി ഇതിന്റെ എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിലും വേറെ ഡാമേജോ പരിക്കോ കാര്യങ്ങളൊന്നും കയറാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണിത്. പഞ്ചിങ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും എല്ലാം കറക്റ്റായിട്ട് നിൽക്കുന്നു. ഓയിൽ ലീക്ക് അങ്ങനത്തെ നെഗറ്റീവ് ഒന്നും പറയാൻ നിൽക്കുന്ന രീതിയിലുള്ള വലിയൊരു കംപ്ലൈന്റും കാര്യങ്ങളൊന്നുമില്ല. ഈ സൈഡ് നോക്കുകയാണെങ്കിൽ പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ഒക്കെ ബോണ്ടിന്റെ പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ എല്ലാം OG കണ്ടീഷനിലേക്കൊന്നും തുരുമ്പോ അങ്ങനത്തെ യാതൊരു നെഗറ്റീവും ഇല്ല. ബാറ്ററി ഒക്കെ കമ്പനി ബാറ്ററിയാണ് കിടക്കുന്നത്. നല്ല എഞ്ചിൻ ക്വാളിറ്റിയിൽ ബോഡി ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഈ ഒരു ടാറ്റ നെക്സോൺ സ്വന്തമാക്കാം 6,50,000 രൂപക്ക്. അതിനകത്ത് ഒരു ഓൾമോസ്റ്റ് 6 ലക്ഷം ഫിനാൻസും കിട്ടില്ലേ, 6 ലക്ഷം ഫിനാൻസും കിട്ടും. ഇനി അതേപോലെ തന്നെ ഈ ഒരു മുതലുണ്ട്. ഏതാ വണ്ടി? നിസാന്റെ മാഗ്നറ്റ്. അതും ടർബോ CVT ഗിയർ ബോക്സിൽ നിൽക്കുന്ന വാഹനമാണ്. ടർബോ CVTന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് വെച്ച് കഴിഞ്ഞാൽ വാഹനം പറക്കും. അങ്ങനത്തെ ഒരു ഗിയർ ബോക്സ് ആണ് ടർബോ CVT. ആവറേജ് ടയർ കണ്ടീഷനിൽ നിൽക്കുന്നു. 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ 55,000 കിലോമീറ്ററുള്ള എക്സൽ എന്ന പേരിൽ നിൽക്കുന്ന വാഹനമാണിത്. എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ എവിടെയും വലിയൊരു കാര്യപ്പെട്ട പരിക്കോ നെഗറ്റീവ് ആയിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. KL05 കോട്ടയം രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം. അത്യാവശ്യം ബൂട്ട് സ്പേസ് ഉള്ള ഒരു വാഹനം കൂടിയാണിത്. മൊത്തത്തിൽ ബോഡി ഭാഗങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ മേജർ ആക്സിഡന്റോ പരിക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ചെറിയൊരു ടൈലൈറ്റും ഒരു ക്രാക്ക് ഉണ്ട്. അങ്ങനെ ചെറിയ രീതിയിലുള്ള പോരായ്മകൾ മാത്രമാണുള്ളത്. നേരെ ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ ബട്ടൺ സ്റ്റാർട്ട് ഉണ്ട്. മൈ ഗോഡ്, നമ്മുടെ ടൈലിട്ട പോലെ ഇതിന്റെ സീറ്റിന്റെ കവർ അല്ലേ, എന്തോ ഫിനിഷിങ്. സംഭവം ഇതൊരു വെറൈറ്റി തന്നെ കേട്ടോ. കാരണം എന്താ വെച്ചാലേ പെട്ടെന്ന് ഇങ്ങനെ കണ്ട് ഈ ഒരു വണ്ടിക്കും ഡ്രൈവറിനും മാത്രമേ ഈ ഒരു സൈഡിലായിട്ട് ബട്ടൺ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതിന്റെ പോസ്റ്റിംഗ് ഒക്കെ കാണുന്നതിന് പ്രത്യേക ഒരു ക്യൂട്ട്നെസ് ആണ്. പിന്നെ CVT ഗിയർ ബോക്സ് ആയതുകൊണ്ട് വേറെ ലെവൽ തന്നെയാണ്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്, എയർ ബാഗ് ഉണ്ട്, ABS ഉണ്ട്. ഞാൻ ഫ്രണ്ടിലെ സീറ്റ് കവർ ബാക്കിലേക്ക് വെക്കുകയാണെങ്കിലും അവിടെയും ആ ഒരു പ്രീമിയം ലെവലിലാണ് അതിന്റെ ആ ഒരു സെറ്റിംഗ് അറേഞ്ച്മെന്റ് ഇതിലെ സ്റ്റിച്ചിങ്. ഇത് സംഭവം കിട്ടിക്ക് മറ്റുള്ള വണ്ടികളിൽ നിന്ന് ഡിഫറൻസ് ആയിട്ട്. പിന്നെ ഡാഷ്ബോർഡും കാര്യങ്ങളെല്ലാം പക്കാ ഒരു പ്രീമിയം സെഗ്മെന്റ് വെക്കുന്നു. എഞ്ചിൻ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി 2025 ബാറ്ററി നടക്കുന്നത്. അപ്പുറം ഭാഗങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും കാര്യപ്പെട്ട എഞ്ചിൻ ഭാഗങ്ങളിലൊന്നും വലിയൊരു ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം പക്ക പെർഫെക്റ്റ് ആയിട്ട് കിടക്കുന്നു. ഹെഡ്ലൈറ്റിന്റെ ലെഗ് ഒക്കെ ഒറിജിനൽ അല്ലേ? എല്ലാം ഒറിജിനൽ ആയിട്ട്. ഈ പഞ്ചിങ് നോക്കിയാൽ മതി. ഇവര് ഡോട്ടുകൾ കാണാൻ പറ്റുന്നുണ്ടാവും വിചാരിക്കുന്നു. കണ്ടോ ഈ ഒരു പഞ്ചിങ് ഇത് നിങ്ങൾ ഡാമേജ് ആയി കഴിഞ്ഞാൽ ഈ പഞ്ചിങ് എല്ലാം നിങ്ങൾക്ക് ഒരു വണ്ടിക്കും പിന്നെ കറക്റ്റ് ആവില്ല. അതെല്ലാം അവിടെ പൊട്ടി രണ്ടാമത് റീബിൽഡ് ചെയ്യേണ്ടി വരും. അതൊക്കെ സ്റ്റോക്ക് കണ്ടീഷനാണ് നിൽക്കുന്നത്. കാര്യപ്പെട്ട ഡാമേജ് ഒന്നുമില്ല. സ്വന്തം 6,80,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി ഓൾമോസ്റ്റ് 6 ലക്ഷം വരെ ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം അല്ലേ. ഇനി നേരെ ഒരു യാരിസ് എടുക്കുന്നു. 19 രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ടൊയോട്ട യാരിസ്. അതും KL22 കഴക്കൂട്ടം രജിസ്ട്രേഷനിൽ നിൽക്കുന്ന നല്ല ക്വാളിറ്റിക്കാരനായിട്ടുള്ള വാഹനം. CVT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ സിംഗിൾ ഓണർഷിപ്പിൽ 84,000 കിലോമീറ്റർ ഓടിയുള്ളത്. നല്ല കിഡിലൻ അലോയ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഗില്ലാടി ഐറ്റം. ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ നല്ല അടിപൊളി സീറ്റ് കവർ ഉണ്ട്. പിന്നെ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടൊയോട്ടയുടെ സ്റ്റീരിയോ ഉണ്ട്. പക്ക പ്രീമിയം സെഗ്മെന്റിൽ നിൽക്കുന്ന ഒരു വാഹനം ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രീമിയം ക്വാളിറ്റി ഇന്റീരിയർ ഭാഗത്തിന്റെ എല്ലാ ഭാഗങ്ങളും ഉണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്, എയർ ബാഗ് ഉണ്ട്, ABS ഉണ്ട്, ഡാഷ്ബോർഡും കാര്യങ്ങളെല്ലാം പക്ക നീറ്റായിട്ട് നിൽക്കുന്നു. സീറ്റ് കവറൊക്കെ നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്നു. ബാക്ക് റോ നോക്കുകയാണെങ്കിലും ഡിക്കി സ്പേസ് ഉണ്ട്. അങ്ങോട്ട് വരാം. ഈ ഇന്റീരിയർ ഭാഗം കൂടി കാണിക്കട്ടെ. നല്ല ഇതിനകത്ത് ഏറ്റവും മറ്റൊരു ഹൈലൈറ്റ് എന്താ വെച്ചാൽ ഇതിന്റെ റൂഫിൽ എൻ്റെ AC വിൻഡും കാര്യങ്ങളെല്ലാം റൂഫിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ താഴെ നോക്കുകയാണെങ്കിൽ സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഓൾറെഡി പോയിട്ടുണ്ട്. ബാക്ക് റോക്ക് വരികയാണെങ്കിൽ സ്പെയർ ടയറൊക്കെ ഇതിനകത്ത് ഈ ഒരു ഭാഗത്താണ്. ഇത്രയും ഇവരൊക്കെ കടന്നിറങ്ങാൻ പറ്റുന്ന അത്ര സ്പേസ് ഉണ്ടല്ലോ പക്ഷേ അടിപൊളി. ലഗേജിന് പോകാൻ സ്പേസ് ഇല്ല എന്നുള്ള ഒരു പരാതി ഉണ്ടാവില്ല.
ബാക്ക് റോ ഒക്കെ നോക്കുകയാണെങ്കിലും നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി യാരിസ്. പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 6,70,000 രൂപയ്ക്ക് ടൊയോട്ടയുടെ യാരിസ് അങ്ങ് സ്വന്തമാക്കാം. ഓൾമോസ്റ്റ് ഹിഞ്ച് റൂം കാണിച്ചില്ല, ഹിഞ്ച് റൂം കൂടി നമുക്ക് കാണിച്ചു കൊടുക്കാം. പ്രൊജക്ട് ലാമ്പാണ് വരുന്നത്. ഹിഞ്ച് റൂമൊക്കെ നല്ല നല്ല അടിപൊളി നല്ല വൃത്തിയിൽ കിടക്കുന്നു. എവിടെയും പരിക്കോ കാര്യങ്ങളൊന്നുമില്ല, ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റിയിൽ നിൽക്കുന്ന എഞ്ചിൻ സൈഡ്. ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും പിന്നെ ടൊയോട്ടോ ഏതാണ് നോക്കേണ്ട ആവശ്യം തന്നെയില്ല. എന്താണ് അമറോന്റെ ബാറ്ററി 724 റീപ്ലേസ് ചെയ്തിട്ടുള്ള വാറണ്ടിയിൽ നിൽക്കുന്ന ബാറ്ററിയാണ്. 2 വർഷമായിട്ടുള്ളൂ. പക്ക ക്വാളിറ്റി. ആ വൈറ്റ് കളറിൽ തന്നെ വൈറ്റ് കളറൊക്കെ എഞ്ചിൻ റൂം കൊടുക്കണമെന്നുണ്ടെങ്കിൽ XUV-യിലും വൈറ്റ് കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് അപാരം തന്നെയാണ്. ഇനിയിപ്പോൾ ഈ ഒരു വാഹനം സ്വന്തമാക്കാം. ഓൾറെഡി പ്രൈസ് പറഞ്ഞു. ലോൺ സൗകര്യം എത്ര കിട്ടുന്നത് നമുക്ക് 5-5.5 വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. ഇനി നേരെ ഒരു സൺറൂഫ് അടക്കം നിൽക്കുന്ന ഒരു അടിപൊളി അലോയാണ് ഇതിന് ഹൈലൈറ്റ് അല്ലേ. അലോയ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കില്ലാടി അലോയ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് അറിയോ, ഈ വണ്ടിക്ക് ക്ലച്ചില്ല. അതാണ് നമുക്ക് ആദ്യം കാണിക്കുന്നത്. IMT ഗിയർ ബോക്സിൽ വെക്കുന്ന ഒരു അടിപൊളി കിയയുടെ സോണറ്റ്. പുഷ് ബട്ടൺ സ്റ്റാർട്ടും ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം സീറ്റ് കവറും എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരൊറ്റ കുറവ് മാത്രമേ ഉള്ളൂ, നമുക്ക് ഇതിനകത്ത് ക്ലച്ചില്ല. ഇവിടെ ഫ്രീ ആണ്. ബ്രേക്ക് പടലും ആക്സിലേറ്റർ മാത്രമേ ഉള്ളൂ. പക്ഷേ ഗിയർ നമ്മൾ നോർമലി മാറ്റുന്ന പോലെ ഇങ്ങനെ മാറ്റണം. ക്ലച്ച് ചവിട്ടേണ്ട ആവശ്യമില്ല. ഗിയർ ബോക്സ് പൊളി എന്നുള്ള പേടിയേ പേടിക്കണ്ട. കാലിങ്ങനെ ഫ്രീ ആയിട്ട് വെക്കാം. എന്നിട്ട് ഇങ്ങനെ ഗിയർ നോർമലി ഇങ്ങനെ മാറ്റി കൊടുക്കണം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ സൺറൂഫ് അടക്കം ഇതിനകത്ത് വന്നിട്ടുണ്ട്. പനോരമിക് അല്ല, നോർമൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉണ്ട്, ഡോർ പാഡും കാര്യങ്ങളെല്ലാം പക്കാ ഒരു പ്രീമിയം സെഗ്മെന്റ് ആയിട്ടുള്ള നിൽക്കുന്ന വാഹനം. നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഈ 53,000 കിലോമീറ്റർ ഓടിയുള്ള HDX IMT എന്ന വില 2023 മോഡലാണ് ഈ വാഹനം വരുന്നത്. പെട്രോൾ എഞ്ചിൻ നിൽക്കുന്ന വാഹനം ആയതുകൊണ്ട് ഏകദേശം ഒരു 13-14 റേഞ്ചിൽ നമുക്ക് മൈലേജും എക്സ്പെക്ട് ചെയ്യാവുന്ന വാഹനം. അലോയ്സും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. ബാക്ക് പ്രൊഫൈലിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഏരിയയിലൊക്കെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനാണെന്നാവോ. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിലും ടർബോ അല്ലേ വരും. ബോൺട്ടൊക്കെ നമുക്ക് നോക്കാം. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിലും ഒരു ആവറേജ് ടയർ കണ്ടീഷൻ നിൽക്കുന്നു. 07 എറണാകുളം രജിസ്ട്രേഷനിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. എവിടെയും കാര്യപ്പെട്ട ഡാമേജും പരിക്കുന്നൊന്നും ഞങ്ങൾ പറയാത്ത രീതിയിലുള്ള നെഗറ്റീവ്സ് ഒന്നുമില്ല. ടർബോ ഉണ്ട് ഇവിടെ. ടർബോ എന്നുള്ള ബാഡ്ജിങ് ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ടർബോ ഉണ്ടാവുമല്ലോ. ഈ നേരെ നമ്മൾ എഞ്ചിൻ സൈഡിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി 2024 8 മാസത്തെ ബാറ്ററി. അപ്പുറം ഭാഗങ്ങളൊന്നും പരിക്കില്ല. ടർബോ എഞ്ചിനാണ് നിൽക്കുന്നത്. ഇത് 1 ലിറ്റർ ടർബോടാണ്. ടർബോ GDI കണ്ടില്ലേ. എഞ്ചിൻ പെർഫോമൻസിന്റെ അങ്ങേ തലയായിരിക്കും. പിന്നെ അതേപോലെ തന്നെ അപ്പുറം സൈഡ് നോക്കുകയാണെങ്കിലും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല, പക്ക കണ്ടീഷനിൽ നിൽക്കുന്നു. ഇവിടെയൊക്കെ TGDIന്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സംഭവം നല്ല സെറ്റാണ്. വണ്ടി നല്ല എഞ്ചിൻ റൂമൊക്കെ നല്ല പക്ക ക്വാളിറ്റിയാണ്. ഈ ക്രോമിന്റെ ഇവിടെ മാത്രം ഇത് ഡീക്രോം ചെയ്യണോ ക്രോം ചെയ്യണോ എന്നുള്ള 2 കളറും ഇതിനകത്ത് വന്നിട്ടുണ്ട്. എനിക്ക് കൊണ്ട് ഇതൊരു ഡീക്രോം ചെയ്തത് ഡീക്രോം ചെയ്താണ്. അതുകൊണ്ട് ആ ചെറിയൊരു സ്റ്റിക്കർ മാത്രം ഡാമേജ് ആയി പോയിട്ടുണ്ട്. 3500 ഫാൻസിന്റെ അറ്റത്തുകൂടെയൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് കൺസിഡർ ആക്കാം. അപ്പൊ ഇനിവേ ഈ സൺറൂഫ് അടക്കം നിൽക്കുന്ന ഈ ഒരു സോണറ്റ്, ക്ലച്ച് ഇല്ലാത്ത സോണറ്റ് അല്ലെ, ഈ ഒരു വാഹനം നിങ്ങൾ സ്വന്തമാക്കാം. 8,65,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി ഓൾമോസ്റ്റ് 8 ലക്ഷം വരെ ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഉണ്ട്. ഇതെല്ലാം ഫവാസിന്റെ നമ്മുടെ പനങ്ങാങ്ങരയുള്ള ഹോണ്ടയുടെ ഷോറൂമിന്റെ നേരെ ഓപ്പോസിറ്റിലുള്ള നമ്മുടെ കാർലറ്റിന്റെ ഈ കാണുന്ന ഷോറൂമിലാണ് ഈ വാഹനങ്ങളെല്ലാം സ്റ്റോക്ക് ഉള്ളത്. കാർലറ്റിന്റെ ഷോറൂം ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. കാർലറ്റിന്റെ ഷോറൂം ഇവിടെ അവൈലബിൾ ആണ് മലപ്പുറം പനങ്ങാങ്ങര എന്നുള്ള സ്ഥലത്ത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ ഫുൾ ബുക്കിങ്ങിന് ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇവിടെ ഇത്രയും വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട്. ഇത് മാത്രമല്ല ഒരുപാട് വാഹനങ്ങളുടെ വലിയ മഹനീയ കളക്ഷൻ തന്നെ നമ്മുടെ പനങ്ങാങ്ങര ഫവാസിന്റെ ഷോറൂമിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വാഹനങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും നമ്മുടെ കാർലറ്റിന്റെ പനങ്ങാങ്ങര ഷോറൂമിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ മഴയൊക്കെ കൊണ്ടപ്പോൾ മുടിയൊക്കെ അങ്ങ് പാറിപ്പോയി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസിന് അല്ലെങ്കിൽ വാഹനം വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഷോറൂം വിസിറ്റ് ചെയ്യുക. ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാൻ മറന്നു വരുത്. പിന്നെ ഫിനാൻസ് നമുക്ക് ഓൾ കേരള ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഓൾ കേരള ഡെലിവറി സൗകര്യം അവൈലബിൾ ആണ്. അങ്ങനത്തെ എല്ലാവിധ സംഭവങ്ങളും നമ്മളിവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനം സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ യൂസ് ചെയ്യാം. അത് ഞങ്ങളുടെ പർച്ചേസ് ടീമുണ്ട്. അവരുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നു. നിങ്ങൾക്ക് പർച്ചേസ് ടീമിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉപയോഗിക്കുന്ന വാഹനം 20 മിനിറ്റ് കൊണ്ട് ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഫണ്ടും വാങ്ങിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഉപയോഗിക്കുന്ന വാഹനം സെയിൽ ചെയ്യാനും പറ്റും. ഇല്ലേ? ആ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. വിൽക്കാനും വാങ്ങാനും വാഹനമാണോ നല്ല ക്വാളിറ്റിയുള്ള വാഹനമാണോ കാർലറ്റ് യൂസ് ചെയ്യാം. ട്രൂ ചോയ്സ് ഒക്കെ പഴയ പേര്. ഇപ്പൊ കാർലറ്റ്, ട്രൂ ചോയ്സ് ബൈ കാർലറ്റ്, കാർലറ്റ് ബൈ ട്രൂ ചോയ്സ്. നമ്മുടെ പണ്ട് ട്രൂ ചോയ്സ് ആയതുകൊണ്ടാണ് അതിങ്ങനെ വയലിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോക്ക് വീണ്ടും വരുന്നതായിരിക്കും. ബൈ.